ടു എക്സാം പോയിന്റ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ ലാസ്റ്റ് ചാപ്റ്ററാണ്, ഹിസ്റ്ററിയുടെ ലാസ്റ്റ് ചാപ്റ്റർ, അതായത് 11th ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ 11th ചാപ്റ്റർ ഏതാണ്? സോഷ്യോളജി വാട്ട് ആൻഡ് വൈ, അതായത് സാമൂഹ്യശാസ്ത്രം എന്ത് എന്തിന്. അപ്പം നമ്മൾ എന്തിനാണ് സോഷ്യലി പഠിക്കുന്നത്, സോഷ്യോളജിയുടെ ഗുണം എന്താണ്, എന്തൊക്കെയാണ് നമുക്ക് സോഷ്യോളജിയിൽ നിന്ന് ലഭിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റായിട്ട് നമ്മൾ പഠിക്കേണ്ടി വന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം നമ്മളുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരേ വിഷയത്തെക്കുറിച്ചുള്ള രണ്ട് എഴുത്തുകാരുടെ ആശയങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ MT വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന് പറയുന്ന ഒരു കൃതിയിൽ ഒരു ചെറിയ ഭാഗം ആണ് ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്നത്. എന്താ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്? പതിവിലും വൈകിയാണ് അപ്പുണ്ണി സ്കൂളിലേക്ക് പുറപ്പെട്ടത്. രാവിലെ കഞ്ഞി കിട്ടാൻ വൈകി. കുറച്ച് ദിവസമായി നേരത്ത് ഭക്ഷണമില്ല. വിത്ത് മുഴുവൻ എടുത്ത് ചെലവാക്കി കഴിഞ്ഞു. പത്തായത്തിലെ നെല്ല് വലിയമ്മ വണ്ടിക്കാർക്ക് വിറ്റു. നെല്ല് ചോദിക്കാൻ ചെന്നാൽ അമ്മാമ്മ കൊടുക്കുന്നത് കേട്ടാൽ അറയ്ക്കുന്ന ചീത്തവാക്കുകളാണ്. ചുരുക്കം ദിവസങ്ങളിലെ വലിയമ്മാമ്മ വീട്ടിലുണ്ടാകാറുള്ളൂ. പൂന്തോട്ടത്തിലേക്ക് പോയാൽ തിരിച്ചു വരുന്നത് 8-10 ദിവസം കഴിഞ്ഞാണ്. അടയ്ക്ക പറിയും നാളികേരമിടലും കഴിഞ്ഞാൽ പോകും. വീട്ടിലെ ചെലവ് നടത്തേണ്ടത് തൻ്റെ ഉത്തരവാദിത്വമല്ല എന്ന ഭാവമാണ്. വീട്ടിലെ ഭക്ഷണ കാര്യത്തിൽ കൂട്ടമ്മാമയ്ക്കും ശ്രദ്ധയില്ല. നേരത്തിന് വരുമ്പോൾ ഭക്ഷണമില്ലെങ്കിൽ മീനാക്ഷി എടത്തിയെയാണ് ചീത്ത പറയുക. അടുത്ത വീടുകളിൽ നിന്നും നെല്ലും അരിയും കടം വാങ്ങാൻ പോകുന്നത് അവരാണ്. ഇടയ്ക്കിടെ അവർ പറയും, ഒക്കെ എൻ്റെ യോഗം. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് അന്നത്തെ ദാരിദ്ര്യ അവസ്ഥയെ അല്ലെങ്കിൽ സാമ്പത്തികമില്ലാത്ത ഒരു അവസ്ഥയെ ഒരു കുട്ടിയുടെ വീക്ഷണത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുകയാണ്. ആര്? നമ്മളുടെ MT വാസുദേവൻ നായർ നാലുകെട്ട് എന്ന കൃതിയിൽ അവതരിപ്പിച്ചത്. ദാരിദ്ര്യമാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അതെന്താണ്? ഒരു ക്രിയേറ്റീവ് റൈറ്റിങ്ങിലൂടെ, ഒരു ഇമാജിനേഷനിലൂടെ, ഒരു കുട്ടിയുടെ കണ്ണിലൂടെ എങ്ങനെയാണ് അതിനെ എഴുതുക അല്ലെങ്കിൽ ആ ആശയത്തെ അവതരിപ്പിക്കുക, ആ രീതിയിലാണ് ഇവിടെ MT വാസുദേവൻ നായർ ദാരിദ്ര്യത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു എഴുത്തുകാരനാണ് റോബിൻ ജെഫ്രി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നായർ മേധാവിത്വത്തിൻ്റെ പതനം എന്ന് പറയുന്ന കൃതിയിലെ ഒരു ചെറിയ ഭാഗവും കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? സാമ്പത്തിക ഞെരുക്കം താങ്ങാൻ തറവാടുകൾ കൂടുതൽ ശേഷിയില്ലാത്തവയാകുകയായിരുന്നു. വളരെ വലിയ കൂട്ടുകുടുംബങ്ങൾ അവരുടെ മിച്ച നെല്ലിൻ്റെ വിലയേറ്റം മൂലം ലാഭം നേടിയിരിക്കാം. എന്നാൽ അതുതന്നെ തറവാട്ടിൽ തമ്മിൽ തല്ലിനും അഭിപ്രായ വ്യത്യാസത്തിനും വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. ചെറുകിട തറവാടുകളെ സംബന്ധിച്ചാണെങ്കിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയതും തൊഴിലാളികളുടെ കൂലി കൂട്ടിയതും നെല്ലുവില വർദ്ധിച്ചതും ധനവിഭവത്തെ ശോഷിപ്പിച്ചു. അതിനു പുറമെ തറവാട്ടിലെ അംഗങ്ങൾ കൂട്ടുകുടുംബ താല്പര്യങ്ങളെക്കാളും സ്വന്തം താല്പര്യങ്ങൾക്ക് കൂടുതൽ പരിഗണന പ്രകടിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ റോബിൻ ജെഫ്രി പറയുന്നതും എന്തിനെക്കുറിച്ചാണ്? സാമ്പത്തികമില്ലായ്മയെക്കുറിച്ച് അല്ലെങ്കിൽ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഇതൊരു ഇമാജിനേറ്റീവ് സ്റ്റോറി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ നമുക്ക് തോന്നുന്നത്? അല്ല, ഇവിടെ ഒരു റിയാലിറ്റിയെ എഴുതി കാണിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതായത് ഇപ്പം നമ്മൾ MT വാസുദേവൻ നായരുടെ കൃതിയെയും കണ്ടു, റോബിൻ ജെഫ്രിയുടെ കൃതിയും കണ്ടു. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നത് ദാരിദ്ര്യത്തെക്കുറിച്ചാണ്. പക്ഷെ രണ്ടുപേരുടെയും വീക്ഷണങ്ങൾ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഒരേ കാര്യമാണ്, ദാരിദ്ര്യം അല്ലെങ്കിൽ സാമ്പത്തികമായി അവരുടെ ഇല്ലായ്മയാണ് പറയുന്നത്. പക്ഷെ എന്താണ്? രണ്ട് രീതിയിലാണ് അതിനെ അവതരിപ്പിച്ചേക്കുന്നത്. ഇതാണ് ഇവിടെ ഈ ഒരു കമ്പാരിസൺ ആണ് കൊടുത്തിരിക്കുന്നത്. നാലുകെട്ട് എന്ന് പറയുന്ന ഒരു ലിറ്റററി നോവലാണെങ്കിൽ ഈ പറയുന്ന ഡിക്ലൈൻ ഓഫ് ദി നായർ ഡൊമിനൻസ് എന്ന് പറയുന്ന റോബിൻ ജെഫ്രിയുടെ കൃതി എന്ന് പറയുന്നത് ഒരു റിസർച്ച് സ്റ്റഡിയാണ്. അദ്ദേഹം റിസർച്ച് ചെയ്ത് പഠനം നടത്തി എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഈ നാലുകെട്ട് ഒരു ഇമാജിനേറ്റീവ് സ്റ്റോറി ആയിട്ടാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റേതെന്താണ്? അതൊരു ഒബ്ജക്റ്റീവാണ്. ഓക്കെ, അതേപോലെ തന്നെ നാലുകെട്ടിൽ എന്താണ്? ഇമോഷണൽ റെസ്പോൺസസിനെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയോ ലോജിക്കൽ അനലൈസിസ് ആണ്. അതായത് റിയാലിറ്റിയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്, അല്ലാതെ ഒരു ഇമോഷണൽ റെസ്പോൺസസ് ഒന്നുമല്ല അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ,
ഇതേപോലെ തന്നെയുള്ള ഡിഫറൻസ് ആണ് നമുക്ക് ക്രിയേറ്റീവ് റൈറ്റിങ്ങിലും സോഷ്യോളജിയുടെ സ്റ്റഡിയും തമ്മിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ സോഷ്യോളജി എന്താ, ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്താണെന്നുള്ളൊരു കമ്പാരിസൺ ആണ് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് തരുന്നത്. എന്താ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ? റൈറ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. കുറേ ഇമാജിനേഷൻസും അതിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കുന്ന ക്രിയേറ്റിവിറ്റിയും ഒക്കെ ബേസ് ചെയ്ത് ഉള്ള റൈറ്റിങ്സിനെയാണ് നമ്മൾ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ MT വാസുദേവൻ്റെ ഇപ്പം നമ്മൾ കണ്ട കൃതി എന്ന് പറയുന്ന ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണ്. ഓക്കെ, എന്നാൽ സ്റ്റഡി ഓഫ് സോഷ്യോളജി എന്താണ്? സോഷ്യൽ ഇഷ്യൂസിനെ അതേപോലെ തന്നെ സോഷ്യൽ സബ്ജക്ട്സിനെയൊക്കെ എന്താണ് സയൻറ്റിഫിക്കലി അനലൈസ് ചെയ്യും, സയൻറ്റിഫിക്കലി ഒബ്സർവ് ചെയ്ത് കൊണ്ടുള്ള എഴുത്താണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സോഷ്യൽ ഇവൻറ്റ്സ് ആർ ഡെപ്പിക്റ്റഡ് ഓൺ ഈസ്തെറ്റിക് റിലിംസ്. ഓക്കെ, അപ്പം സോഷ്യൽ ഇവൻറ്റ്സിനെയൊക്കെ എന്താണ് ഒരു കഥാപാത്രങ്ങളുടെ രൂപത്തിൽ അല്ലെ സ്റ്റോറി രൂപത്തിലൊക്കെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്നാൽ സോഷ്യോളജി എങ്ങനെയാണ്? സോഷ്യൽ കണ്ടീഷൻസ് ആർ അനലൈസ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഓക്കെ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? സോഷ്യോളജിയിൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചോ അതിൻ്റെ കാരണങ്ങൾ എന്താണ്, അതിന് വന്നിരിക്കുന്ന എഫക്റ്റുകൾ എന്തൊക്കെയാണ്, അതുമൂലം സംഭവിച്ചത് എന്താണ്, ഇതിനെല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് സ്റ്റഡി ചെയ്താണ് സോഷ്യോളജിയിൽ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ദ ഗോൾ ഓഫ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഈസ് അപ്രിസിയേഷൻ. ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ എയിം എന്ന് പറയുന്ന ഒരു അപ്രിസിയേഷൻ ആണ്. ഓക്കെ, എന്നാൽ മറ്റേ സോഷ്യോളജിയിലോ സൊസൈറ്റി ഈസ് ഒബ്ജക്റ്റീവ്ലി അനലൈസ്ഡ്. ഒരു സൊസൈറ്റിയെ നമുക്ക് എങ്ങനെ കൃത്യമായി നിരീക്ഷിക്കാം, എങ്ങനെ നമുക്ക് ഒബ്ജക്റ്റീവ്ലി അനലൈസ് ചെയ്യാം എന്നതാണ് സോഷ്യോളജിയിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രിയേറ്റീവ് റൈറ്റിങ്ങും സോഷ്യോളജിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ സോഷ്യൽ സയൻസിൻ്റെ വേൾഡിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഓക്കെ, ദ വേൾഡ് ഓഫ് സോഷ്യൽ സയൻസസ്, അതായത് സാമൂഹ്യ ശാസ്ത്രങ്ങളുടെ ലോകം. അപ്പോൾ ഈ സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിനെന്തുണ്ട്? കുറേ ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, അത് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഹിസ്റ്ററി, ജോഗ്രഫി, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രോപോളജി, സൈക്കോളജി എക്സെട്ര ആർ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്. ഓക്കെ, സോഷ്യൽ സയൻസിൻ്റെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ആണ് ഇതിൽ. അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രോപോളജി, സൈക്കോളജി ഇതിനെല്ലാം നമ്മൾ സോഷ്യൽ സയൻസ് എന്ന് വിളിക്കും. എന്നാൽ ഈ സോഷ്യൽ സയൻസിൻ്റെ ബ്രാഞ്ചസ് ആണ്, ഡിഫറെൻറ്റ് ഫീൽഡുകളാണ് ഈ പറഞ്ഞതെല്ലാം. എന്തൊക്കെയാണ്? ചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്രശാസ്ത്രം, നരവംശാസ്ത്രം, മനഃശാസ്ത്രം. ഇതൊക്കെ എന്താണ്? സോഷ്യൽ സയൻസിൻ്റെ ബ്രാഞ്ചസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സോഷ്യോളജി ഈസ് എ ഡിസ്റ്റിങ്ക്ട് സബ്ജക്ട് ഏരിയ വിച്ച് അണ്ടർടേക്സ് എ കോംപ്രിഹെൻസീവ് സ്റ്റഡി ഓഫ് ദി റിലേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് ഹിസ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് എന്നതാണ് പറയുന്നത്. എന്താണ്? മനുഷ്യനും സാമൂഹിക ചുറ്റുപാടും തമ്മിലുള്ള ബന്ധം സമഗ്രമായി പഠനവിധേയമാക്കുന്ന വിഷയമേഖലയാണ് സാമൂഹ്യശാസ്ത്രം. അതായത് ഒരു മനുഷ്യനും ആ മനുഷ്യന് ചുറ്റുമുള്ള അവൻ്റെ ചുറ്റുപാടും അവൻ്റെ സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധത്തെയും അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെയും ഒക്കെ കുറിച്ചുള്ള പഠനങ്ങളാണ് ഈ പറയുന്ന സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സോഷ്യൽ സയൻസ് നോക്കിക്കുക എങ്ങനെയാണ് ഇതിൻ്റെ ബ്രാഞ്ചസിനെ നമ്മൾ തിരിച്ചറിയുക. സ്റ്റഡി ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഓക്കെ, അതായത് സാമ്പത്തികമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഉള്ള ആ പഠനശാഖ അതാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇക്കണോമിക്സ്. ഓക്കെ, അതായത് സാമ്പത്തിക മേഖലയെക്കുറിച്ചുള്ള കൂടുതൽ പഠനം നടത്തുന്ന സോഷ്യൽ സയൻസിൻ്റെ ബ്രാഞ്ച് അതിനെയാണ് നമ്മൾ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻക്വയറി ഇൻ ടു ദി പാസ്റ്റ് ആൻഡ് ദി കൾച്ചർ. ഓക്കെ, അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ആ ബ്രാഞ്ച് ഏതാണെന്നറിയാവോ? അതാണ് നമ്മളുടെ ഹിസ്റ്ററി. ഓക്കെ, കഴിഞ്ഞു പോയ സംഭവങ്ങളെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച്, ഭരണങ്ങളെക്കുറിച്ച്, ഓരോ കാര്യങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ നമ്മളുടെ കൾച്ചറിനെ കുറിച്ചൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ് ലഭിക്കുന്നത് ഹിസ്റ്ററിയിൽ നിന്നാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ സ്റ്റഡി ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് ദി റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ. ഓക്കെ, അതായത് നമ്മളുടെ രാജ്യത്തെക്കുറിച്ചും നമ്മളുടെ സംസ്ഥാനത്തെക്കുറിച്ചും നമ്മളുടെ അവകാശങ്ങളെക്കുറിച്ചും നമ്മുടെ ഡ്യൂട്ടീസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത് ഏത് ശാഖയിൽ നിന്നാണെന്നറിയാമോ? പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന്. പൊളിറ്റിക്കൽ
സയൻസ്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സോഷ്യൽ സയൻസിൻ്റെ ബ്രാഞ്ചിൽ നിന്നാണ് നമ്മൾ നമ്മളുടെ സ്റ്റേറ്റിനെ കുറിച്ചും നമ്മുടെ റൈറ്റ്സിനെ കുറിച്ചും നമ്മുടെ ഡ്യൂട്ടീസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഇനി മറ്റൊരു ശാഖ ഏതാണ്? സ്റ്റഡി ഓഫ് ദി ഒറിജിൻ ആൻഡ് റേഷ്യൽ ഇവല്യൂഷൻ ഓഫ് മാൻ. ഓക്കെ, നമ്മുടെ സൊസൈറ്റിയുടെ മനുഷ്യൻ്റെയൊക്കെ ഒറിജിനെ കുറിച്ച് ഓരോ കാര്യങ്ങളും എങ്ങനെ എവിടെ നിന്ന് ഒറിജിൻ ചെയ്തു, എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള സ്റ്റഡിയൊക്കെയാണ് ആന്ത്രോപോളജിയിൽ നമ്മൾ പഠിക്കുന്നത്. ആന്ത്രോപോളജി. ഓക്കെ, ഇനി അതേപോലെ തന്നെ സ്റ്റഡി ഓഫ് ഹ്യൂമൻ മൈൻഡ് ആൻഡ് ബിഹേവിയർ. മനുഷ്യൻ്റെ മനസ്സിനെ കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട് ഇതിന്, അതാണ് സൈക്കോളജി. അപ്പോൾ ഈ പറഞ്ഞ ഇക്കണോമിക്സും ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസും ആന്ത്രോപോളജിയും സൈക്കോളജിയും ഒക്കെ എന്താണെന്നാണ് പറഞ്ഞത്? നമ്മളുടെ സോഷ്യൽ സയൻസിൻ്റെ ബ്രാഞ്ചസ് ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ സോഷ്യൽ സയൻസിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത കുറച്ച് സോഷ്യൽ തിങ്കേഴ്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഏർലി സോഷ്യൽ സയൻസ് തിങ്കേഴ്സ്, ആദ്യകാല സമൂഹശാസ്ത്ര ചിന്തകൾ. ഓക്കെ, അപ്പോൾ ഈ സോഷ്യോളജി എവിടെ തുടങ്ങിയെന്ന് നമുക്ക് ആദ്യം അറിയണ്ടേ? നോക്കിക്കേ, ദ സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഫ്രാൻസ് ആഫ്റ്റർ ദി റെവല്യൂഷൻ ലെഡ് ടു ദി റൈസ് ഓഫ് സോഷ്യോളജി. ഓക്കെ, അപ്പം എന്താണ് ഈ റെവല്യൂഷന് ശേഷം, ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ആ റെവല്യൂഷന് ശേഷം ഫ്രാൻസിൽ ഉടലെടുത്ത കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് സാമൂഹികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ്, അതിന് ശേഷമാണ് സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് ഫോം ചെയ്യല്ലെങ്കിൽ അവിടെ ഉയർന്നു വന്നത്. ഓക്കെ, അപ്പം ഈ സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ച് ഉയർന്നു വരാൻ, അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡ് ഉയർന്നു വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് റെവല്യൂഷന് ശേഷം ഫ്രാൻസിൽ നടന്ന ചില സോഷ്യൽ ഇഷ്യൂസ് ആയിരുന്നു. ഓക്കെ, ഇനി ദ 19th century ഈസ് നോൺ ഇൻ ദി ഹിസ്റ്ററി ആസ് ദി ഏജ് ഓഫ് റെവല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ ചരിത്രത്തിൽ ഏജ് ഓഫ് റെവല്യൂഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 19ാം നൂറ്റാണ്ടാണ്, അല്ലെങ്കിൽ 19th സെഞ്ച്വറിയാണ്. ഓക്കെ, അപ്പം 19th സെഞ്ച്വറിയാണ് ഏജ് ഓഫ് റെവല്യൂഷൻസ് എന്ന് ഹിസ്റ്ററിയിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഈ സോഷ്യോളജി ഇപ്പോൾ നമ്മൾ പറഞ്ഞു റെവല്യൂഷൻസ് ആണ് സോഷ്യോളജിയുടെ റൈസിന് കാരണമായെന്നല്ലേ? അപ്പോൾ ഈ സോഷ്യോളജിയുടെ റൈസിന് അല്ലെങ്കിൽ സോഷ്യോളജിയുടെ എമർജൻസിന് കാരണമായി തീർന്നത് പ്രധാനപ്പെട്ട 3 റെവല്യൂഷൻസ് ആണ്. അത് ഏതൊക്കെയാണെന്നറിയാമോ? ഒന്ന് റിനൈസൻസ് ഓർ സയൻറ്റിഫിക് റെവല്യൂഷൻ, മറ്റൊന്ന് ഫ്രഞ്ച് റെവല്യൂഷൻ, മറ്റൊന്നാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഏതൊക്കെയായിരുന്നു? റിനൈസൻസ് ഓർ സയൻറ്റിഫിക് റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഈ 3 റെവല്യൂഷൻസ് ആണ് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൻ്റെ എമർജൻസിന് കാരണമായി തീർന്നത്. ഓക്കെ, സോഷ്യോളജി ഒറിജിനേറ്റഡ് ഇൻ വെസ്റ്റേൺ യൂറോപ്പ് ഇൻ ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദീസ് റെവല്യൂഷൻസ്. ഓക്കെ, അപ്പം ഈ റെവല്യൂഷൻസിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മളുടെ 3 റെവല്യൂഷൻസ് പറഞ്ഞായിരുന്നല്ലോ, റിനൈസൻസ്, ഫ്രഞ്ച്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഈ റെവല്യൂഷൻസ് നടക്കുന്ന സമയത്ത് ഇതിൻ്റെ പിന്നാമ്പുറത്തായിട്ട് അല്ലെങ്കിൽ ഇത് നടക്കുന്ന ടൈമിലായിട്ടാണ് വെസ്റ്റേൺ യൂറോപ്പിലാണ് ഈ സോഷ്യോളജി ഏറ്റവും ആദ്യം ഒറിജിനേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ റെവല്യൂഷൻസ് നടക്കുന്ന സമയത്ത് വെസ്റ്റേൺ യൂറോപ്പിലാണ് ആദ്യമായി സോഷ്യോളജി ഉടലെടുത്തത്. അഗസ്റ്റേ കോംതെ, ദ ഫ്രഞ്ച് തിങ്കർ, ഈസ് റിഗാർഡഡ് ആസ് ദി ഫാദർ ഓഫ് സോഷ്യോളജി. ഓക്കെ, അഗസ്റ്റേ കോംതെ എന്ന് പറയുന്ന ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ഫ്രഞ്ച് നെയിമാണ് അല്ലേ? അപ്പോൾ ഈ അഗസ്റ്റേ കോംതെ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് തിങ്കറിൻ്റെ നെയിമാണ്. അദ്ദേഹമാണ് സോഷ്യോളജിയുടെ പിതാവ് അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇതാണ് അഗസ്റ്റേ കോംതെ എന്ന് പറയുന്നത്, ഈ ഒരു പിക്ചറിൽ കാണുന്ന ആളാണ്. ഓക്കെ, ഇനി ഹെർബർട്ട് സ്പെൻസർ വാസ് ദ തിങ്കർ ഹു യൂട്ടിലൈസ്ഡ് തിയറി ഓഫ് ഇവല്യൂഷൻ ബൈ ചാൾസ് ഡാർവിൻ for the study of the society. ഓക്കെ, അപ്പോൾ ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്നത് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട വലിയൊരു സോഷ്യോളജി തിങ്കറായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തെന്നാണ് ഇവിടെ പറയുന്നത്? ചാൾസ് ഡാർവിൻ്റെ തിയറി ഓഫ് ഇവല്യൂഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, ബയോളജിയിലൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ് ചാൾസ് ഡാർവിൻ്റെ തിയറി ഓഫ് ഇവല്യൂഷൻ. അപ്പോൾ അദ്ദേഹം ഈ ചാൾസ് ഡാർവിൻ്റെ ഈ ഒരു തിയറി ഉണ്ടല്ലോ, ഇവല്യൂഷൻ്റെ ഈ ഒരു തിയറിയെ ഈ പറയുന്ന സൊസൈറ്റിയെക്കുറിച്ചുള്ള സ്റ്റഡിക്ക് വേണ്ടി അല്ലെങ്കിൽ സൊസൈറ്റിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് പങ്കുവെച്ച് തരുന്നതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തു.
ഓക്കെ, അതായത് ചാൾസ് ഡാർവിൻ്റെ തിയറി ഓഫ് ഇവല്യൂഷനെ യൂസ് ചെയ്താണ് അദ്ദേഹം സൊസൈറ്റിയെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച് പഠിച്ചത്. ഓക്കെ, ആരുടെ കാര്യം പറയുന്നത്? ഹെർബർട്ട് സ്പെൻസറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഹി ക്ലാരിഫൈഡ് ദാറ്റ് ജസ്റ്റ് ആസ് ബയോളജിക്കൽ ഇവല്യൂഷൻ സൊസൈറ്റി ഹാസ് പാസ് ത്രൂ വേരിയസ് സ്റ്റേജസ് ആൻഡ് റീച്ച് ദി പ്രസൻറ്റ് സ്റ്റേജ്. ഓക്കെ, നമ്മൾ ചാൾസ് ഡാർവിൻ്റെ തിയറി ഓഫ് ഇവല്യൂഷനിൽ എന്താ പഠിക്കുന്നത്? ഓരോ കാലഘട്ടത്തിൽ മനുഷ്യന് വന്ന ഇവല്യൂഷനെ കുറിച്ചാണ്, അല്ലെ, ചേഞ്ചസിനെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യർ ഇന്ന് കാണുന്ന രൂപത്തിലെത്തിയത് ഈ ഇവല്യൂഷനിലൂടെയാണ് എന്നാണ് ചാൾസ് ഡാർവിൻ പറഞ്ഞത്. അതേപോലെ തന്നെയാണ് സൊസൈറ്റിയുടെ കേസും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? സൊസൈറ്റി ഒരുപാട് സ്റ്റേജസിലൂടെ, ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഒരുപാട് ഇവല്യൂഷൻസ് സൊസൈറ്റിക്കും ഉണ്ടായി. അതിലൂടെയാണ് ഇന്ന് നമ്മൾ കാണുന്ന സമൂഹം ഉണ്ടായത്, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് ഫോം ചെയ്തത് എന്നാണ് ഹെർബർട്ട് സ്പെൻസർ പറഞ്ഞത്. ഓക്കെ, അതായത് പണ്ടുണ്ടായിരുന്ന സമൂഹത്തിൽ ഒരുപാട് ഇവല്യൂഷൻസ് വന്ന്, അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ചസ് വന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന സൊസൈറ്റി രൂപപ്പെട്ടതെന്നാണ് ഹെർബർട്ട് സ്പെൻസർ പറയുന്നത്. അപ്പോൾ അതുപോലെ ഒരു നല്ലൊരു ചിന്തകനായിരുന്നു ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഹെർബർട്ട് സ്പെൻസറിനെ പോലെ തന്നെ സോഷ്യോളജിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത മറ്റ് പ്രധാനപ്പെട്ട തിങ്കേഴ്സാണ് കാൾ മാർക്സ്, എമൈൽ ഡുർഖീം, മാക്സ് വെബർ ഒക്കെ. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ എന്താണ്? ഈ ഹെർബർട്ട് സ്പെൻസറിനെ പോലെ തന്നെ സോഷ്യോളജിയിലോട്ട്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൻ്റെ തിയറി പാർട്ടിലോട്ട്, അല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത മറ്റ് ചിന്തകരാണ് ഇവരെല്ലാവരും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നമ്മളുടെ ഇന്ത്യയിൽ സോഷ്യോളജി എപ്പോൾ എത്തി എന്നാണ് ഇനി പറയാൻ പോകുന്നത്. സോഷ്യോളജി ഇൻ ഇന്ത്യ, സമൂഹശാസ്ത്രം ഇന്ത്യയിൽ. നോക്കി, സോഷ്യോളജി ഹാസ് റീച്ച്ഡ് ഡിഫറെൻറ്റ് കൺട്രീസ് ത്രൂ വർക്ക് ഓഫ് ഏർലി സോഷ്യോളജിസ്റ്റ്. ആദ്യകാല സാമൂഹിക ചിന്തകരുടെ പ്രയത്നത്താലും, അല്ലെങ്കിൽ ഈ സോഷ്യോളജിസ്റ്റുകളുടെ വർക്ക് കൊണ്ടൊക്കെ ഒരുപാട് രാജ്യങ്ങളിലോട്ട് ഈ പറയുന്ന സോഷ്യോളജി എന്ത് ചെയ്തു? സ്പ്രെഡായി. ഓക്കെ, ഇതേപോലെ തന്നെ ഒരു രാജ്യമായിരുന്നു നമ്മളുടെ ഇന്ത്യയും. Okay, the study of sociology started in India during the beginning of the 20th century. അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, അല്ലെങ്കിൽ 20th സെഞ്ച്വറിയുടെ തുടക്കത്തിലാണ് നമ്മുടെ രാജ്യത്ത്, നമ്മളുടെ ഇന്ത്യയിൽ സോഷ്യോളജി എന്ന് പറയുന്ന പഠനശാഖ ഉടലെടുത്തത്. Okay, a department for sociology was first started at the University of Bombay. ഓക്കെ, ബോംബെ യൂണിവേഴ്സിറ്റിയിലാണ് സോഷ്യോളജിക്ക് വേണ്ടി ഏറ്റവും ആദ്യമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യയിൽ. ഓക്കെ, ഇനി GS ഖുറെ, AR ദേശായി, SC ദുബെ, MN ശ്രീനിവാസ്, DP മുഖർജി etc. have made valuable contributions to the study of sociology in India. അപ്പോൾ ഇന്ത്യയിലെ ഈ സോഷ്യോളജിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത, അല്ലെങ്കിൽ ഈ സോഷ്യോളജി പഠനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത മറ്റ് ആൾക്കാരാണ്, അല്ലെങ്കിൽ മറ്റ് ചിന്തകരാണ് ഈ പറയുന്നവരൊക്കെ. ഈ GS ഖുരെയും, AR ദേശായിയും, SC ദുബെയും, MN ശ്രീനിവാസും, DP മുഖർജിയും ഒക്കെ ഇതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരാണ്. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് സോഷ്യോളജി ഒറിജിൻ ചെയ്തത്, എങ്ങനെയാണ് എമേർജ് ചെയ്തതെന്ന് നമ്മൾ പഠിച്ചു. അതായത് ഒരു റെവല്യൂഷൻസിൽ നിന്ന് ആണ്, ആ റെവല്യൂഷൻസ് ഉണ്ടായതിൽ മൂലമായിട്ടാണ് സോഷ്യോളജി എന്ന് പറയുന്ന ബ്രാഞ്ച് ഫോം ചെയ്ത് വന്നത് നമ്മൾ പറഞ്ഞു. ഇന്ത്യയിൽ 20-ാം നൂറ്റാണ്ടിലാണ് സോഷ്യോളജി എത്തിയതെന്ന് പറഞ്ഞു. സോഷ്യോളജിയുടെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ടും എന്താണ് സോഷ്യോളജി എന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അതിൽ കാര്യമില്ല, അല്ലേ? അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് സോഷ്യോളജി, അതായത് സാമൂഹശാസ്ത്രം എന്താണ് എന്നാണ് നോക്കുന്നത്. സോഷ്യോളജി ഇസ് ദി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദി സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്. ഓക്കെ, അപ്പം എന്താണ്? ഒരു മനുഷ്യ ജീവിതത്തിൽ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഈ സോഷ്യോളജി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദി മ്യൂച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് ഹിസ് എൻവയോൺമെൻറ്റ്. അതായത് ഒരു മനുഷ്യനും അവൻ്റെ ചുറ്റുപാട്, അല്ലെങ്കിൽ അവൻ്റെ എൻവയോൺമെൻറ്റും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ആ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമേഖലയാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യോളജി എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ കോംപ്രിഹെൻസീവ് സ്റ്റഡി ഓഫ് സൊസൈറ്റി. അതായത് മനുഷ്യനും അവൻ്റെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സമൂഹശാസ്ത്രം. അതുകൊണ്ടാണ് സമൂഹത്തെ
സമൂഹത്തെക്കുറിച്ചുള്ള സമഗ്രമായ പഠനമായി സമൂഹശാസ്ത്രത്തെ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സമൂഹശാസ്ത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അതായത് നമ്മളൊക്കെ സോഷ്യൽ ബീങ്സ് ആണ്. ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ബീങ്സ് ആണ്. ഓക്കെ, നമുക്ക് സമൂഹമില്ലാതെ ഉള്ളൊരു ലൈഫ് നമുക്ക് സാധ്യമല്ല. ഓക്കെ, എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് നമുക്കുള്ളത്. അപ്പോൾ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ സമൂഹത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു സമൂഹം എങ്ങനെ ആയിരിക്കണം, സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള നല്ല അറിവ് നമുക്ക് ആവശ്യമാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആ ഒരു പഠനം, അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി ഈ ഒരു മേഖലയെക്കുറിച്ചുള്ള പഠനം നമുക്ക് നൽകി തരുന്നത് ഈ സോഷ്യോളജിയാണ്. അതാണ് നമ്മൾ ഈ സോഷ്യോളജി പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. ഓക്കെ.